ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫോർ മുത്തഡോക്സ് ഗൈസ് ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് അവൻ്റെ. അപ്പം വീടിൻ്റെ മുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മുകളിലോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സുഹൃത്ത് നദീർ. അപ്പം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നാണ്. വീടിൻ്റെ മേലെ ടെറസിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് നദീർ പറഞ്ഞു. എനിക്കിതിൻ്റെ ഒരു ABCD അറിയില്ല കേട്ടോ. അപ്പോൾ നദീർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇന്നത്തെ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലായിട്ട് കാർഷിക അടിസ്ഥാനത്തിൽ അല്ലാണ്ടൊക്കെ കൃഷി ചെയ്യുന്ന പ്ലാന്റ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് കൂടുതൽ മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും ഇല്ല. കള്ളി പുളിച്ചെടിയിൽ വർഗത്തിൽപ്പെട്ടാണ്. ഒരുപാട് സ്ഥലമൊന്നും ഇതിന് വേണ്ട. വളം ചെയ്യണം. വളം താരതമ്യേന കുറവാണ്. ചാണകപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അല്ലാണ്ട് പ്രത്യേക പരിചരണം ഒന്നും. ഏത് കാലാവസ്ഥയിൽ ഉണ്ടാവോ ഇത്? ഓവർ വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകാത്ത രീതിയിലുള്ള വെയിലാണ് ഇതിന് വേണ്ടിയത്. ഫ്രൂട്ടിന് മഴ കൊള്ളുന്നോണ്ട് പ്രശ്നം കാര്യമൊന്നുമില്ല. ഇല്ല, ഈ ഒരു മഴക്കാലത്താണ് കൂടുതലായിട്ടും കായ് ഉണ്ടാകുന്ന സമയം. ഇതിപ്പോ പാകമായിട്ടില്ല, മൂത്ത് വരുന്നുള്ളൂ. നല്ല റെഡിഷ് കളറായിട്ട് വരും. ഇന്നത്തെ കാലത്ത് ഒരുപാട് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഉള്ളില് പിന്നെ മഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. ഒരുപാട് വെറൈറ്റി പിങ്ക് ഡ്രാഗൺ ഫ്രൂട്ട് ആണ് വരുന്നത്. പിന്നെ ഇതൊരു എന്താ പറയാ, ഇതിപ്പോ ഒരു മൊത്തത്തിൽ ഒരു തയ്യാൽ ഇത് ഓരോ ചക ഇങ്ങനെ പൊട്ടിച്ച് ഞങ്ങളിപ്പോ ഒരു 2 തൈ നട്ടയിൽ നിന്ന് ഇത് രണ്ടും ഒരുപാട് വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. പൈപ്പില് പടർത്തിക്കൊണ്ട് മേലെ ടയറ് ഒരു പ്ലസ് കമ്പി വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചാടി വന്ന് ഇങ്ങനെ കുലഞ്ഞു നിൽക്കുമ്പോൾ കായ് ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. പക്ഷെ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് പിന്നെ രോഗങ്ങളൊന്നും ഇതിനില്ല. പ്രത്യേക ഒരു പരിചരണം ഇല്ല. നമ്മളിപ്പോ നല്ല വെയിലുണ്ട് എന്ന് തോന്നുന്ന സ്ഥലത്ത് നമുക്കിത് പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 25 വർഷം വരെ ആയുസ് ഉള്ളത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ചെയ്യാം. 25 വർഷം ആയുസുള്ള ചെടി ഫ്രൂട്ടാണ് ഇത്. അപ്പൊ ഇത് ഈ മരക്കുജീവനൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ 25 വയസ്സ് വരെ ആയുസ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ വർഷവും ഇതിന്റെ വെയിറ്റ് കൂടും. കാരണം തൈ ഇങ്ങനെ ഒരുപാട് വരുമ്പോൾ നല്ല നല്ല വെയിറ്റ് വരും. അപ്പൊ ഇത് പൊട്ടി അഥവാ തുരുമ്പ് പിടിച്ചോ അല്ലെങ്കിൽ കമ്പി വെള്ളം കൊടുക്കുന്നതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ തുരുമ്പ് കയറിയിട്ട് ഇതിങ്ങ് കൊണ്ട് അത് ദ്രവിച്ചു പോയി പൊട്ടിപ്പോയാൽ പിന്നെ നമ്മള് ആദ്യം 0 മുതൽ തുടങ്ങിയ അവസ്ഥ വരും. അതുകൊണ്ടാണ് ഈ കോൺക്രീറ്റ് കാല് കുഴിച്ചിട്ടിട്ട് അതിൽ 4 ഭാഗത്തും ഓരോ തൈ വെച്ച് കയറ്റുക. അതിൽ മേലെ പ്ലസ് ആകൃതിയിൽ ടയർ കെട്ടി അതിൽ നിന്ന് ഇങ്ങനെ ചാടി വരിക ചെയ്യാം. എനിക്ക് ഒരുപാട് ഒരു ഇതിന് വളമായിട്ട് എന്താ ചെയ്യുന്നത്? നാച്ചുറൽ വളങ്ങൾ, ആട്ടും കാട്ടും അതുപോലെ തന്നെ ചാണകപ്പൊടി ഇതിലിപ്പോ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇത് ഞാനൊരു വ്യാപക അടിസ്ഥാനത്തിൽ ചെയ്തൊന്നല്ല. ഞാനിതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട്. ഇത് ആദ്യമായിട്ടാണ് കായ് ഉണ്ടാകുന്നത്? 2-3 കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കായ് ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോ 2 വർഷമായിട്ടുള്ള ചെടിയാണ് ഇപ്പൊ കാണുന്നത്. ഒരു 3 വർഷമായിട്ടുണ്ടാവും ഈ ഒരു ലെവലിലേക്ക് എത്തി. ഞങ്ങൾ ഇത് നഴ്സറിയിലോട്ട് തന്നെ മഴ കൊണ്ട് ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കഴിച്ച് നിങ്ങൾക്ക് ആരെങ്കിലും ചെടി ആവശ്യമുണ്ടെങ്കിൽ കോഴിക്കോട് ജില്ല പരിസരത്തേക്കുള്ള ആളുകൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താഴെ കാണുന്ന ഗാർഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പിംഗ് ആണ്. ഈ പേൾ ഗ്രാസ്, മെക്സിക്കൻ ഗ്രാസ്, അങ്ങനത്തെ പ്ലാന്റ് എങ്ങനെയാണ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് ഒരു ഏരിയ പോലെ നോക്കിയിട്ട് ചെയ്യാണ്. അപ്പൊ അതില് ഫ്രൂട്ട്സിന്റെ പ്ലാന്റേഷൻ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു വീട്ടിലിപ്പം ഫ്രൂട്ട്സിന്റെ തോട്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ബാംബു പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബാംബു, വാട്ടർ വെറൈറ്റീസ്, എന്ത് ചെടികളാണോ വേണ്ടത് അവൈലബിൾ ആണ്. മെയിൻ്റെനൻസും കാര്യങ്ങളും നമ്മൾ ഗാർഡൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പൊ ഞാൻ അധികം ലോങ് പോയിട്ട് ചെയ്യാറുള്ളത് കോഴിക്കോട് പരിസര ജില്ലകളിലൊക്കെ ജില്ല നമ്മളൊരു സറൗണ്ടിൽ. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിയിലാണ്. ഇതിന്റെ ചുറ്റുഭാഗത്ത് വടകര, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, കുറ്റ്യാടി, വടകര, കണ്ണൂർ വരെയൊക്കെ ചെയ്യാറുണ്ട്. ഉള്ളേരി, അപ്പൊ ഒരുപാട് സ്ഥലത്ത് കാണാൻ വേണ്ടി പറ്റും ചെടി ചട്ടിമിലൊക്കെ ഗ്രീൻ ലാൻഡ് എന്നുള്ളത്. അപ്പം അങ്ങനെ കണ്ടിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ ഇവൻ്റാന്ന് മനസ്സിലായത്. നമ്മുടെ ഫ്രണ്ട് തന്നെയാണ്. അപ്പം ഇനി കുറേ കാര്യങ്ങൾ താഴെ ഉണ്ട്. നമുക്ക് വീടിൻ്റെ താഴെ പോയിട്ട് കുറച്ച് കാഴ്ചകളോട് കാണാം. ഇവിടെ ഇനി ഒന്നുമില്ലല്ലോ. അല്ല, നമുക്കിപ്പോ ഇവിടെ ഇതുണ്ട്, പിന്നെ പേരക്ക ഉണ്ട്, ആപ്പിൾ ചാമ്പക്ക ഉണ്ട്, പിന്നെ ജബോട്ടിക്കാബ് ഉണ്ട്, കരിമ്പുണ്ട്, അങ്ങനെ അതിലുണ്ടോ? ഇത് നമ്മളെ സുഹൃത്ത് നദീർ കേട്ടോ. അവൻ്റെ ഒരു ഗാർഡൻ ഉണ്ട് ഇവിടെ. അങ്ങനെ വെറുതെ വീട്ടിൽ വന്നപ്പം ഗാർഡൻ കാണാൻ വേണ്ടി വന്നാണ്. വീടിൻ്റെ മുകളിൽ ടെറസിൽ ഉണ്ടാക്കിയ കരിമ്പ് ഇത് കേട്ടോ. നാടൻ കരിമ്പ്. കുറേ ഇത് കുഴിച്ചിട്ടിട്ട് അതിലുണ്ടോ? ഞാൻ
സാരില്ല മധുരയില്ല നദീറെ സംഭവം കരിമ്പായി കേട്ടോ. എന്താ സംഭവം നോക്ക്. മധുരമുള്ള വേണോ ഗൈസ് അവന് ഉണ്ടാക്കിയാട്ടോ ഇത്. അവൻ്റെ ഗാർഡനാണ് കാണുന്നത്. അപ്പം എന്നെ എന്തിനാ വിളിച്ചോണ്ട് വന്നൊരു സംഭവം ഉണ്ട് വെച്ച് പറഞ്ഞ് കാണിച്ചു. എന്തോ വൈക്കലുണ്ടോ ഇത് നൂരിയ മൊത്തം പോവും. ഇതൊക്കെ അവൻ്റെ ഗാർഡനാണ്. ഇവിടെയൊക്കെ മൊത്തം ചെടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ വണ്ടി ഇതാ. അപ്പം ഗാർഡൻ്റെ പേരാണ് ഈ കാണുന്നത്, ഗ്രീൻലാൻഡ് അഗ്രോ ഗാർഡൻ. എനിക്ക് ഈ ചെടിയൊക്കെ വേണേൽ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ ഇവിടെ മേലെ കയറാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സംഭവം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഓ വഴുക്കല് നോക്ക്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്. ഇതാ പഴുത്തിട്ടില്ല. ഡ്രാഗൺ ഫ്രൂട്ട് അത്യാവശ്യം നല്ല സൈസിൽ ഉണ്ടായിട്ടുണ്ട്. കാണാൻ വേണ്ടി മേലോട്ട് വന്നില്ല. മധുരം കുറവല്ലേ? കുഴപ്പമൊന്നുമില്ല. ഉണ്ടോ? മൂത്തിക്കില്ലല്ലോ. ഇളയതായോണ്ടോ? ചെറുതായോണ്ടോ? ഞാൻ വെച്ചത് എൻ്റെ മാത്രമേ ഉള്ളൂ. ഞാൻ പറിച്ചു മൂത്ത്. ബാക്കിയൊക്കെ ഏതൊക്കെ പോയതാ? പേടായതാ? തയ്യാക്കി എടുക്കും. ഇതൊക്കെ ഉണ്ടാക്കും, തൈ ഉണ്ടാക്കൂ. അപ്പോൾ കരിമ്പിൻ്റെ തൈയൊക്കെ വേണമെങ്കിൽ ഗൈസ് ഇവൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഗാർഡൻ വർക്ക്, അതേപോലെയുള്ള ചെടികൾ, പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഔട്ട്ഡോർ, ഇൻഡോറിലുള്ള വ്യത്യസ്തമായുള്ള ഡിസൈനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഇവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതാണ് ഗാർഡന്. നമുക്ക് വിശദമായിട്ടുള്ള വീഡിയോ എന്തായാലും കാണാം. പേരൊക്കെ വരയ്ക്കുകയാണ് ഗൈസ്. നിപ വൈറസിൻ്റെ ഒരു ലക്ഷണമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പേരൊക്കെ എന്തായാലും കഴിക്കുന്നില്ല. ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ട്. വന്നിട്ട് വരുത്താനാ പിന്നെ ഗൈസ് നല്ല കിടിലം പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈകൾ ഇവിടെ ഉണ്ട്. ഏതാ നദീറ ബ്രാൻഡ്? നാടൻ പേരൊക്കെ കേട്ടോ. ഒരുപാട് പേരൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇതാ ഇതിലിങ്ങനെ കാണാൻ വേണ്ടി പറ്റും. എന്നൊക്കെ നിങ്ങൾ എന്ത് വള ചെയ്യുന്നത്? ഈ പറമ്പിന് എന്തോ പ്രത്യേകത ഉണ്ട്. ഇവിടെ എന്ത് കുഴിച്ചിട്ടല്ലാണ്ട് അവിടെ അതെന്ത് കായ ചുവപ്പ് കാണുന്നത്? സപ്പോർട്ട ഉണ്ടോ ഗൈസ്? സപ്പോർട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു പ്ലാവില്ല. ആ പ്ലാവിലൊരു ചക്ക ഉണ്ടായിരുന്നു. അത് ഇവർ കുറച്ച് ദിവസം മുന്നേ കട്ട് ചെയ്തു. എനിക്ക് വേണോ എന്നാ ഇതായത് അവിടെ തിന്നണ്ടേടാ. എലിപ്പനിയും വരും. നിപ്പ വൈറസ് ഉള്ളതാ. ഈ പേരൊക്കെ വലിയ വന്നിട്ട് തിന്നു നോട്ടെ. ഞാൻ തിന്നോട്ടെ എന്നല്ലേ. മരിക്കാൻ നമുക്ക് ഒരുമിച്ച് മരിക്കാം. ഹായ് എന്തല്ല എന്താ എറിയുന്ന എറി അൻസാന പിടിച്ച് ഇതെന്താ വാട്ടർ ബലൂണ് ഇങ്ങോട്ട് എറിയട്ടെ. അതെവളാ മോളൂസ് ഉണ്ടാച്ചാ പിടിച്ചാ പൊട്ടി. അഫിനെ തിന്നണ്ടേ? അഫിനെ കുട്ടികൾക്ക് കൊടുക്കണോട്ടെ. നിപ്പ വൈറസ് വരും. ഞാൻ തിന്നട്ടെ. എനിക്ക് പിന്നെ വരികയില്ല. ഞാൻ പ്രതിരോധ കുത്തിയപ്പോൾ പണ്ടെടുത്തതാ. അപ്പോൾ ഗൈസ് കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ. നദീർ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ആഹാ എന്താ ഗൈസ് നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ. ഇപ്പം മരിക്കൽ ഇപ്പം എപ്പോഴെങ്കിലും മരിക്കും. നമ്മൾ ഇയും കിട്ടിയ പേരക്കാ. സ്വന്തം ഉപ്പാനെ മുത്തൂക്കാന്ന് വിളിക്കുന്ന കുട്ടി. മുത്തൂക്കാന്ന ബാബച്ചി വിളിക്കുക. അങ്ങനെ ഏതെങ്കിലും വിളിക്കുന്ന കുട്ടി നല്ല രസമുണ്ട് നദീറ. അപ്പോൾ ഗൈസ് നദീറിൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. നമ്മളെ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിലെല്ലാം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവനാണ് ഇവൻ്റെ മാനേജറും ഖജാൻജൊക്കെ. ഗ്രീൻലാൻഡ് അഗ്രോ ഗാർഡൻ. നമ്മളെ പുത്രി മറിയം. ഇവിടെ എൻ്റെ ഇൻട്രോയില് ബാബച്ചിയെ മുത്തൂക്കാന്ന് വിളിക്കുന്നത്. ഇന്ന് നല്ല മതിയറ വാ. കരിമ്പ് നിന്ന് പേരൊക്കെ ഇന്ന്. ഇവിടെ എന്താ കഴിക്കാൻ? ബിസ്ക്കറ്റ് ഇങ്ങനത്തെ നമുക്ക് നാച്ചുറൽ മതി. ചക്ക ഇനി മുറിച്ചില്ല ഞാൻ വരുന്നതിന് മുന്നേ. നമ്മൾ ചക്ക ഇല്ല വെട്ടണ്ട. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കാൻ വരുന്ന പറഞ്ഞു. ചക്ക പാട്ട് തിന്നണ്ടാടാ. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ ഒരുപാട് ചെടികളുണ്ട്. കാണിച്ചു തരാം. പിന്നെ ഇതെന്താ സംഭവം? നദീർ ഇതെന്തേനു? ഇവൻ്റെ ഉമ്മ സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടോ? ഞങ്ങൾ വീട്ടിൽ വന്ന സമയത്ത് മോക്ക് കൊടുത്താണിത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഗൈസ് ഇതാ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. കണ്ടോ? ഓറഞ്ചൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളതാ. നദീർ ഇതിൻ്റെ പേരെന്തേനു? ഈ ചെടി ഇതിൻ്റെ സംഭവത്തിൻ്റെ സ്റ്റാർ ഫ്രൂട്ടാ? സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ഇതാ ഒരുപാട് ചെടികൾ മുറിച്ച് കവറിലാക്കി നട്ടുകൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ. ഇതിലൊരു ചക്ക ഉണ്ടായിരുന്നു. അത് ഇവർ കട്ട് ചെയ്ത് പോയി.
വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട് ചെടികൾ അതുപോലെ അല്ലാത്ത ചെടികളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇടിച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗൈസ് ഈ ചെടികളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കേട്ടോ.